നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് നേടിയെടുക്കാൻ BJP കണ്ട മാർഗങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ധൃതിയിൽ ആക്കുക എന്നുള്ളത്, ത്വരിതപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ മറവിൽ നടന്ന കോടികളുടെ കൊള്ള, അതിനെക്കുറിച്ച് ഇപ്പോൾ ആശങ്കയോടെയാണ് BJP സംസാരിക്കുന്നത്. ഭരണം കയ്യിൽ നിന്ന് പോകാം, സ്വന്തം വിശ്വാസികൾ, അതായത് BJP സ്വന്തം വോട്ട് ബാങ്കായി കരുതുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വോട്ടുകൾ ഇനി കിട്ടില്ലയോ എന്ന ഭീതി അവർക്കിടയിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ ഫലവും ഉണ്ടായിട്ടുണ്ട്. VHPയും BJP നേതാക്കളുമായി വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ട് പ്രവീൺ തൊഗാഡിയ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അധ്യക്ഷനായിരുന്നപ്പോൾ BJP നേതൃത്വവുമായി ഇടഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജീവന് തന്നെ ആപത്താകുന്ന രീതിയിൽ ചില നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ്. ഇവിടെ വെള്ളി വലിയ തോതിൽ അഴിമതി കാണിച്ചിരിക്കുന്നു. വെള്ളി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രത്തിലേക്ക് വെള്ളി ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടികളുടെ ക്രമക്കേടുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ ക്ഷേത്രത്തിലെ പ്രധാനികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ട്രസ്റ്റി അംഗങ്ങൾ അവർ സമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് BJP നേതൃത്വത്തിന് അടപടലം തേഞ്ഞൊട്ടിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ, അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. അഖിലേഷ് യാദവ് ഈ കാര്യത്തെ വിടാൻ താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അയോധ്യ ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ MP സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. ഇത് BJPക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഉയർത്തി പറയുകയും ചെയ്തു. അതായത്, നിങ്ങൾ ഏതൊക്കെ ജനവിഭാഗത്തെ വെച്ചാണോ ഇന്ത്യയിൽ വിഭജന രാഷ്ട്രീയം കളിക്കുന്നത്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വർഗീയ ലക്ഷ്യത്തോടെ വോട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിയുടെ കാലം വിദൂരമല്ല എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. അതായത്, നമുക്കറിയാം, മുൻപ് ഉത്തർപ്രദേശിൽ BJP അധികാരം ലഭിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. രഥയാത്ര ഉൾപ്പെടെ നടത്തി കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായ സാഹചര്യം നമുക്കാർക്കും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇനി യോഗി ആദിത്യനാഥിന് തുടർഭരണം കിട്ടാൻ അല്പമല്ല, നല്ല പോലെ വിയർക്കും. അധികാരം നഷ്ടപ്പെട്ടേക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുമുണ്ട്. അഖിലേഷ് യാദവ് പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും സൈക്കിൾ യാത്ര ജനഹൃദയങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 2012 224 സീറ്റുമായി അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി എല്ലാ പാർട്ടികളെയും പിറകിലാക്കിക്കൊണ്ട് അധികാരം നേടിയെടുത്തതുപോലെ ഇക്കുറി സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ സാഹചര്യം അണിയറയിൽ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്.